ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ കേരള നവോത്ഥാനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. നമ്മൾ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഈ ഒരു കേരള ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കിൽ നവോത്ഥാനത്തിന് തന്നെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ഭാഗത്തേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1991. ഈ 4 വർഷവും ആശാൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ്. അപ്പോൾ ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്, നൽകി തുടങ്ങിയ വർഷമല്ല. ഓക്കെ, നൽകി തുടങ്ങിയ വർഷവും ഏർപ്പെടുത്തിയ വർഷവും രണ്ടും രണ്ടാണ്. ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1985. ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1985 ആണ്. ഓപ്ഷൻ ബി നോക്കിക്കേ, 1989. ആശാൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷമാണ് 1989. ആശാൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷമാണ് 1989. അത് ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? NN കക്കാടാണ്. ആദ്യമായി ലഭിച്ച വ്യക്തി NN കക്കാടാണ്. രണ്ടാമത് ലഭിച്ച വ്യക്തി യൂസഫ് അലി കേച്ചേരിയാണ്. ആ വർഷമാണ് 1990. അപ്പോൾ 85-ൽ ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തി. 89-ല് അത് നൽകി തുടങ്ങി. ആദ്യമായി ലഭിച്ചത് കക്കാട്, രണ്ടാമത് ലഭിച്ചത് യൂസഫ് അലി കേച്ചേരി. ആ വർഷമാണ് 1990. പുരസ്കാരം ലഭിച്ച ആദ്യ വനിത സുഗതകുമാരിയാണ്. ലഭിച്ച വർഷം 1991. ക്ലിയർ അല്ലേ? അപ്പൊ 4 വർഷവും ക്ലിയർ അല്ലേ? 85-ല് പുരസ്കാരം, ആശാൻ പുരസ്കാരം ഏർപ്പെടുത്തി. 89-ല് അത് നൽകി തുടങ്ങി. 90-ല് യൂസഫ് അലി കേച്ചേരിക്ക് ആശാൻ പുരസ്കാരം കിട്ടുകയുണ്ടായി. 91-ല് സുഗതകുമാരി. പുരസ്കാരം ലഭിച്ച, ആശാൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആര്? സുഗതകുമാരി. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: കേരളൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരളൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കെ കേശവൻ, ഓപ്ഷൻ ബി രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ സി MC ജോസഫ്. കേരളൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയത് 1906-ലാണ്. അങ്ങനെ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയതിനു ശേഷമാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരള ഗാന്ധി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി MC ജോസഫ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കെ കേളപ്പനാണ്. അദ്ദേഹം ജനിച്ചത് 1889-ലാണ്. അദ്ദേഹം അന്തരിച്ചത് 1971-ലാണ്. അദ്ദേഹത്തിന്റെ കാലയളവ് 1889 to 1971 വരെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് നമ്മൾ പറഞ്ഞു. NSSന്റെ സ്ഥാപക പ്രസിഡന്റാണ് അദ്ദേഹം. NSSന്റെ സ്ഥാപക പ്രസിഡന്റാണ് കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും കേരളത്തിൽ അത് ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും പ്രധാന നേതാവും അദ്ദേഹം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയും ആര് തന്നെയാണ്? കെ കേളപ്പൻ തന്നെയാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. കേരളത്തിന്റെ വന്ധ്യവയോധികനാണ്
ഇന്ത്യയുടെ അല്ല കേട്ടോ. അപ്പോൾ ആൻസർ കോൺഫിഡൻസ് കൂടിയിട്ട് ചാടിക്കറി ആൻസർ എഴുതരുത്. കേരളത്തിന്റെ വന്ധ്യവയോധികനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികനാണ് KP കേശവമേനോൻ. ദാദാബായ് നവറോജി ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ദാദാബായ് നവറോജി അല്ലെ. GP പിള്ളയോ? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് GP പിള്ള. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികനാണ് ആര്? KP കേശവമേനോൻ. അദ്ദേഹം ജനിച്ചത് 1886 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിച്ചത്. ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കിഴക്കേ പൊറ്റ കേശവമേനോൻ എന്നാണ്. കുട്ടിക്കാലത്തെ പേര് കുട്ടൻ എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പറഞ്ഞു അല്ലെ. അദ്ദേഹം കോൺഗ്രസിൽ INC അംഗമായത് 1915 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. KP കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം 1916 തന്നെ നടന്ന ലക്നൗ സമ്മേളനമായിരുന്നു. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിലെ കേരളത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു KP കേശവമേനോൻ, അതിന്റെ ആദ്യ സെക്രട്ടറി. അപ്പോൾ കോഴിക്കോട് സ്ഥാപിതമായിട്ടുള്ള ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോനായിരുന്നു. ആദ്യ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യർ ആയിരുന്നു. ആദ്യ സെക്രട്ടറി ആരാണ്? KP കേശവമേനോനാണ്. 1923 അദ്ദേഹം മാതൃഭൂമി പത്രം സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രമാണ് മാതൃഭൂമി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രമാണ് ഏത്? മാതൃഭൂമി. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 18 ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? KP കേശവമേനോനാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. KP കേശവമേനോൻ തന്റെ ജയിൽ വാസത്തിനിടെ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്. ജയിൽ വാസത്തിനിടെ എഴുതിയ കൃതി ഏതാണ്? ബന്ധനത്തിൽ നിന്നാണ്. KP കേശവമേനോൻ തന്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതിയാണ് ബിലാത്തി വിശേഷം. അപ്പോൾ ജയിൽ വാസത്തിനിടെ എഴുതിയ കൃതി ബന്ധനത്തിൽ നിന്ന്, ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതി ബിലാത്തി വിശേഷം. അങ്ങോട്ട് മാറിപ്പോരുത്. ബന്ധനത്തിൽ നിന്നും അതുപോലെ തന്നെ ബിലാത്തി വിശേഷം. ജയിൽവാസം, ബന്ധനത്തിൽ നിന്ന്, ഇംഗ്ലണ്ട് ജീവിതം, ബിലാത്തി വിശേഷം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A EMS, ഓപ്ഷൻ B P കൃഷ്ണപിള്ള, ഓപ്ഷൻ C CK ഗോവിന്ദൻ നായർ, ഓപ്ഷൻ D MK സാനു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B P കൃഷ്ണപിള്ള. അപ്പോൾ ഓപ്ഷൻ A നോക്കിയേ, EMS. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് EMS. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് EMS. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി P കൃഷ്ണപിള്ളയാണ്. ഇനി ഓപ്ഷൻ C നോക്കിക്കേ, CK ഗോവിന്ദൻ നായർ അല്ലെ. കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ആര്? CK ഗോവിന്ദൻ നായർ. അപ്പൊ ആദ്യ സെക്രട്ടറി P കൃഷ്ണപിള്ള, ആദ്യ പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി EMS. കേരളത്തിലെ തന്നെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് P കൃഷ്ണപിള്ള. അദ്ദേഹം ജനിച്ചത് 1906 അദ്ദേഹം അന്തരിച്ചത് 1948. ഓക്കെ, അപ്പൊ ദക്ഷിണ ഭാരത ഹിന്ദി സഭയുടെ പ്രചാരകനായിരുന്നു അദ്ദേഹം. ആര്? P കൃഷ്ണപിള്ള. നമ്മൾ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് P കൃഷ്ണപിള്ള എന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് 1939. 1939 കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. അതിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? P
പി കൃഷ്ണപിള്ള അല്ലെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ ആ ബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി കൃഷ്ണപിള്ളയാണ് ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ ആ ബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ആറാമത്തെ ചോദ്യം, 1923 പാലക്കാട് കോൺഗ്രസ് മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1923 പാലക്കാട് കോൺഗ്രസ് മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി ആനി ബസന്റ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പൊ പാലക്കാട് കോൺഗ്രസ് മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സരോജിനി നായിഡു. 1923 പാലക്കാട് കോൺഗ്രസ് മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ വർഷം. സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ വർഷം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1942, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1941, ഓപ്ഷൻ ഡി 1924. സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ വർഷം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1951. അപ്പൊ സി കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ വർഷം ഏതാണ്? 1951 ആണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ. അദ്ദേഹം ജനിച്ചത് 1891 അദ്ദേഹം അന്തരിച്ചത് 1969. അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവ് 1891 ടു 1969 വരെയായിരുന്നു. അദ്ദേഹം ഒരു വിവാദമായ പരാമർശം അല്ലെങ്കിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ച അവസരത്തിൽ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന വിവാദപരമായ പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് ആര്? സി കേശവൻ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കുഞ്ഞിരാമൻ, ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമികൾ, ഓപ്ഷൻ സി ശുഭാനന്ദ ഗുരുദേവൻ, ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. അദ്ദേഹം ജനിച്ചത് 1905 അദ്ദേഹം അന്തരിച്ചത് 1987 അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവ് 1905 ടു 1987 വരെയായിരുന്നു. ആനന്ദ തീർത്ഥൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വർഷമാണ് 1928. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു. അപ്പൊ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് നേരിട്ട് ശിഷ്യത്വം നൽകിയ വർഷമാണ് 1928. അതുപോലെ തന്നെ അദ്ദേഹം ഗാന്ധിജിയെ സന്ദർശിച്ച വർഷവും 1928. ഓക്കെ, അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, സി വി കുഞ്ഞിരാമന്റെ കൃതികൾ ഏതൊക്കെയാണ്? സി വി കുഞ്ഞിരാമന്റെ കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാൽമീകി രാമായണം, ഓപ്ഷൻ ബി പഞ്ചവടി, ഓപ്ഷൻ സി ഉണ്ണിയാർച്ച, ഓപ്ഷൻ ഡി ഇവയെല്ലാം. സി വി കുഞ്ഞിരാമന്റെ കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വാൽമീകി രാമായണം, പഞ്ചവടി, അതുപോലെ തന്നെ ഓപ്ഷൻ സി നോക്കിക്കേ ഉണ്ണിയാർച്ച, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? വാൽമീകി രാമായണം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്, പഞ്ചവടിയും അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്, ഉണ്ണിയാർച്ചയും അതെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കെ പി വള്ളോൻ, ഓപ്ഷൻ ബി പാമ്പാടി ജോൺ ജോസഫ്, ഓപ്ഷൻ സി ടി കെ ദാസൻ, ഓപ്ഷൻ ഡി സി വി കുഞ്ഞിരാമൻ. അപ്പൊ ആരാണ് സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പാമ്പാടി ജോൺ ജോസഫ്. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹം ചേരമർ മഹാസഭ സ്ഥാപിക്കുകയുണ്ടായി. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് പാമ്പാടി. അതുകൊണ്ടാണ് അദ്ദേഹം പാമ്പാടി ജോൺ ജോസഫ് എന്ന് അറിയപ്പെടുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ കേരള ഹിസ്റ്ററിയിൽ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു പ്രതീക്ഷിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.